കുറച്ച് പിള്ളേരൊക്കെ കൂടി രാവിലെ അങ്ങ് ഇറങ്ങും. മിക്കവാറും തലേ ദിവസത്തെ രാത്രിയിലെ കാറ്റിലെ എല്ലാ പറമ്പിലും മാങ്ങ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഞങ്ങൾ നടന്ന് അതെല്ലാം പറക്കിയെടുക്കും. എന്നിട്ട് എല്ലാവരോടെ ചേർന്ന് എവിടെയെങ്കിലും പോയിരുന്ന് അങ്ങ് കഴിക്കും. പക്ഷെ അതിനുശേഷം നോക്കപ്പോഴേ ഈ മാങ്ങയുടെ കറയും നീരുമൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ മുഴുവൻ പെരളും. വീട്ടിൽ വന്നു കയറിയ അമ്മമാർക്ക് പിന്നൊരു ചടങ്ങുണ്ട്. വീട്ടിന് വലം വെച്ച് ഓടിച്ചിട്ട് അങ്ങ് തല്ലും. പക്ഷെ പിറ്റേന്ന് പതിവ് പോലെ ഞങ്ങളങ്ങ് ഇറങ്ങും. ഈ നാട്ടു മാമ്പഴം കഴിക്കുമ്പോഴേ അതിൽ കത്തി തൊടാൻ പാടില്ല. മോളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ശാന്തി, അന്ന് നമ്മൾ പറമ്പ് കാണാൻ പോയപ്പോ മാവിന്ന് മാങ്ങ അടിച്ചിടുന്നൊക്കെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് ഇതൊക്കെ നല്ല പരിചയമുള്ള ആളായിരിക്കുന്ന. ദേ കഴിക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇവനെ അടുത്ത് കൈ പിടിച്ചിട്ട് ഇവനെ ഇങ്ങനെ നോക്കണം. നിന്നെയാടാ ഞാൻ തിന്നാൻ പോകുന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിന്റെ തോല് പോലും കളയാതെ ഒരൊറ്റ കടി. കണ്ടോളെ, ഓക്കെ കണ്ടോളെ. ഈ തേൻ അല്ലി എന്ന് പറഞ്ഞ ഇതാ, ഇത് കണ്ടോ, ഇത് തേൻ പോലെ കിനിഞ്ഞിറങ്ങുന്നത് ഉണ്ടോ? ഞാനും ഇങ്ങനെ കഴിച്ചോട്ടെ. അതിനല്ലേ മോളെ കൊണ്ടുവന്നിരിക്കുന്നേ. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ്. കഴിച്ചോ? കഴിച്ചോ കഴിച്ചോ. ഒരു തുള്ളി പോലും കളയാൻ പാടില്ല. ഇങ്ങനെ നക്കിയെടുത്തോളാം. അതാണ് അതിന്റെ ഒരു രീതി. ഇപ്പൊ എങ്ങനെയാ മോളെ, നാവിന്റെ രുചിക്കുറവൊക്കെ മാറിയോ? മാറി മാറി. അതാണ് നമ്മുടെ തേനല്ലി. ഇതിനൊപ്പം നിൽക്കാനേ ഒരു മരുന്നിനെ കൊണ്ട് പറ്റില്ല. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. സിത്താരെ, ഇനി വന്നേ, ഇങ്ങോട്ട് വാ. സിത്താരെ ഇരിക്കേ. ഉള്ളുകൊണ്ട് നല്ല സ്നേഹത്തില രണ്ടുപേരും. പലപ്പോഴും അതെനിക്ക് ബോധ്യമായതാണല്ലോ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇടയ്ക്ക് ഗാഥയുടെ ആ മാറ്റം ഉണ്ടല്ലോ, അവിടെയാ കുഴപ്പം വരുന്നത്. ആ ഒരു പ്രശ്നം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കാണുന്നതില് ഏറ്റവും നല്ല ദമ്പതികള് ഇവരായിരുന്നു എന്ന് പറയാം. സിത്താരയ്ക്ക് എന്താ തോന്നുന്നേ? അതെ സുമിത്ര, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ.
ഇനി എന്തായാലും സുമിത്ര മാഡത്തിന്റെ നവീന്റെ ആഗ്രഹം പോലെ ഗാഥാ മാഡത്തിന് പെരുമാറാൻ പറ്റട്ടെ, അല്ലേ മാം? എല്ലാം ശരിയാവും, അല്ലാതെ എവിടെ പോവാനാ. എന്തുപറ്റി? ഒന്നുമില്ല. കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങള്? കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് താൻ ഇവിടുന്ന് പോയപ്പോ മുതലുള്ള കാര്യങ്ങള്. നമ്മൾ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. മുത്തശ്ശി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഗാഥയാ. നീ എപ്പോഴാ മോളെ വന്നത്? ആരുടെ കൂടെയാ വന്നത്? വന്നപ്പോഴെന്താ മുത്തശ്ശിയെ വിളിക്കാതിരുന്നത്? അതിനെന്താ ഇത്രയും തിടുക്കം കാണിക്കുന്നേ? ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെയല്ലേ? ഉണ്ട്. ഇനി വിട്ടുപോവില്ലെന്നൊരുറപ്പ് അതുകൂടി ഉണ്ടായാ മതി. അങ്ങനെ തന്നെയാ മുത്തശ്ശി, ഗാഥമോളുടെ ആഗ്രഹം. എല്ലാവരെയും കണ്ടോ മോളെ? ആ, കണ്ടു. നന്നായി. അല്ല, നവീനെ കണ്ടില്ലേ? അവന്റെ അടുത്ത് ചെന്നിരുന്നില്ലേ? കണ്ടു, സംസാരിക്കുകയും ചെയ്തു. അവന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ സങ്കടാവുന്നു. എന്തെങ്കിലും സംസാരിച്ചാ അവന്റെ കണ്ണ് നിറയുന്നത് കാണാം.